ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫ്രൈഡേ ആണ്, അതായത് നാളെ ഡിഗ്രീൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിമിനറി എക്സാം കുറച്ച് പേരൊക്കെ എഴുതാൻ പോവാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാനുള്ളത്. കുറച്ച് മണിക്കൂറുകളും കൂടിയേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. ഇനി കൂടുതലായിട്ട് ടോപ്പിക്സ് ഒന്നും പഠിക്കാതിരിക്കുക, അങ്ങനെ ആരും ചെയ്യുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നമ്മൾ എത്രയാണോ പഠിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓൾറെഡി റിവിഷനൊക്കെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു മാർക്ക് പോലും പോവില്ല അല്ലെങ്കിൽ പോകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് റിവൈസ് ചെയ്യുക. കയ്യിലുള്ള കാര്യങ്ങൾ മാത്രം ഷാർപ്പൻ ചെയ്ത് പോളിഷ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം പോയി കിടന്നുറങ്ങുക. റിലാക്സ്ഡ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതുക. OA മെയിൻസ് എഴുതിയ സമയത്ത് കുറേ പേർക്ക് ഉണ്ടായ ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്ക് ഒരുപാട് വന്നു എന്നുള്ളത്. അപ്പം ഫസ്റ്റൊക്കെ ചിലപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് കാണുമ്പോൾ നമ്മൾ കുറേ ഓവർവെൽംഡ് ആയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ മിസ്റ്റേക്സ് ഒന്നും വരുത്താതിരിക്കാൻ നോക്കുക. മാക്സിമം ട്രൈ ചെയ്യുക. നെഗറ്റീവ് അറിയാത്ത കാര്യങ്ങൾ ആൻസർ ചെയ്യില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്തിട്ട് എക്സാമിന് പോവുക കേട്ടോ. അതുപോലെ തന്നെ OA കഴിഞ്ഞിട്ട് ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്തിട്ട് കുറേ പേര് ഡിസപ്പോയിൻറ്റഡ് ആണ്, കുറേ പേര് സാറ്റിസ്ഫൈഡ് ആണ്. എക്സാമോ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടോ ഒന്നും നമ്മുടെ ഓവറായിട്ട് എഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു എക്സാം കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അഡ്വൈസ് ലെറ്റർ എന്നാണോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അന്ന് മാത്രമാണ് നമ്മുടെ ഈ സ്റ്റഡീസ് എന്നുള്ളൊരു ജേർണി നമ്മളവിടെ എൻഡ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, വേഗം നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. മുന്നേ എൻ്റെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ലക്ഷ്യയുടെ ആരംഭം 1 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോഴും ആണ് കേട്ടോ. നാളെയാണ് കോഴ്സ് എൻഡ് ചെയ്യുള്ളൂ. ഞാൻ ആ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 8 മന്ത്സിലും മേലെയായി. 6 മന്ത്സിനുള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവാത്തത് കൊണ്ട്, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്ത് തീരാത്തത് കൊണ്ട് തന്നെ 8 മന്ത്സിലും മേലെയായി. ഒരു എനിക്കൊന്ന് 9 to 10 മന്ത്സിന് ഇടയിലായിട്ടുണ്ട്. ഞാൻ ആരംഭം 1 തുടങ്ങിയ സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറയുന്നത് മൈ കോഴ്സ് എന്നുള്ള സെക്ഷനാണ്. അത് നിങ്ങൾ എടുത്തിട്ടുള്ള പർച്ചേസ് ചെയ്തിട്ടുള്ള കോഴ്സ്. അത് കഴിഞ്ഞ് ഓൾ കോഴ്സസ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിങ്ങൾക്കൊന്ന് കയറി നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടാവും. പിന്നെ എക്സ്ട്രാ ആയിട്ട്, അതായത് സബ്ജക്റ്റ് വൈസ് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇതിന് നിങ്ങൾക്ക് എക്സ്ട്രാ കോച്ചിങ് വേണം. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ക്ലാസ്സസ് കാര്യങ്ങൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷനാണ് എക്സാം. അപ്പോൾ ഇങ്ങനെ എക്സാം കൊടുക്കുന്ന സമയത്ത് എല്ലാം ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോഴ്സിന് കൂടെ തന്നെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസ് മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കാണിച്ച ഡിഗ്രീൻ്റെ പ്രിലിംസിൻ്റെ എക്സാം എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിവിടെ ഓൾ എക്സാമിൻ്റെ സെക്ഷൻ എന്നല്ല, എൻ്റെ കോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് കിട്ടും. ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ കോഴ്സിലേക്ക് പോവാണ്, ആരംഭം 1. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഞാൻ എത്ര ക്ലാസ് കണ്ടു, എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. 2500 സംതിങ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് കണ്ടത് അറൗണ്ട് 400 വീഡിയോസ് മാത്രമാണ്. അതിനുള്ള റീസൺ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഡേ പ്ലാൻ അവർ അതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റഡി പ്ലാൻ പോലെ. അത് ജസ്റ്റ് 250 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ്. അപ്പം ഒരു ഡേയിൽ 5 ക്ലാസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും, 250 ഡേയ്സിൽ 5 കോഴ്സസ് മാത്രം, 5 ടോപ്പിക്സ് മാത്രം, അല്ലെങ്കിൽ 5 ക്ലാസ്സസ് മാത്രം വെച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പം 2000 വീഡിയോസ് ആവുമോ എന്നുള്ളത്. ആവില്ല. അത് ഞാൻ ഓൾറെഡി കോർഡിനേറ്ററിനെ വിളിച്ച്, അല്ലെങ്കിൽ ഇനീഷ്യലി കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുന്നേ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്യും, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമേ കവർ ചെയ്യുള്ളൂ. അല്ലാതെയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ തന്നെ ടൈം എടുത്ത് കണ്ടു തീർക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് 6 മാസത്തിനുള്ളിൽ ഈ സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്യണം. ഡെയിലി 5 വീഡിയോസ് ഉള്ളത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് അത് കുറച്ച് ഓവറാണ്. കാരണം വീട്ടിലെ കാര്യങ്ങളും എല്ലാം തന്നെ മാനേജ് ചെയ്യണമല്ലോ. അത് പോട്ടെ, അത് അവർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ കാര്യം ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി എക്സാം സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 3 സെറ്റ് ഓഫ് എക്സാംസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രീൻ്റെ PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 100 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വരുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഇതുപോലെ അപ്പിയർ ചെയ്യും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും പ്രോപ്പർലി റീഡ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. കറക്റ്റ് ടൈമർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ കാണിക്കുന്ന പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് പോയിട്ട് നാവിഗേറ്റ് ചെയ്യാം.
ഫൈനലി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അടിപൊളി പ്രോഗ്രസ് കാർഡും അവിടെ കാണാൻ പറ്റും. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ എത്ര ടൈം, ആവറേജ് ടൈം എത്ര എടുക്കുന്നുണ്ട്, ടോട്ടൽ ടൈം എത്ര എടുത്തു, അതുപോലെ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഈവൺ ഒരു റിമാർക്കും കൂടെ അതിനകത്ത് തരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രീവിയസ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ആ എക്സാം തന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് ആ എക്സാം ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് അവിടെ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ മുന്നേ അറ്റൻഡ് ചെയ്തതാണ് ഈ എക്സാം എന്നോ, അല്ലെങ്കിൽ അതിന് എത്ര മാർക്ക് ഒബ്റ്റെയിൻ ചെയ്തു എന്നോ, ഇനി വേറെ ഏതെങ്കിലും പേജിൽ പോയാൽ വരെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തതിനും നമുക്ക് കിട്ടിയ സ്കോറിൻ്റെയും ഒരു എവിഡൻസും ഈ ആപ്പിനകത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അബദ്ധമായിട്ടുള്ള കാര്യം. ഞാൻ ജസ്റ്റ് വേറൊരു എക്സാം കൂടി അറ്റൻഡ് ചെയ്തത് കാണിച്ചു തരാണ്. നമ്മൾ എത്ര പ്രാവശ്യം സെയിം എക്സാം അറ്റൻഡ് ചെയ്താലും നമ്മൾ ഫ്രഷ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. ഫ്രഷ് എന്ന് പറയുന്ന പോലെയാണ് സ്ഥിതി. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ എക്സാമും ഉണ്ട്. അപ്പം അതാണ് ഈ ഒരു എക്സാം സെക്ഷൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. അടുത്തത് നോക്കുകയാണെങ്കിൽ PYQs ആണ്. അതായത് ഡിഗ്രി പ്രിലിംസിൻ്റെ റീസെൻ്റ്ലി വന്ന 2001 തൊട്ട് 2004 വരെയുള്ള PYQs ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിൽ, PDF ഫോമാറ്റിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അലോങ് വിത്ത് ആൻസർ കീ. നല്ല ലെജിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ. അതാണ് വായിക്കാനൊക്കെ പറ്റുന്ന. ഇനി PDF ആയിട്ട് പ്രിന്റ് എടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ PYQs ആണ്. ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ, എസ്പെഷ്യലി പ്രിലിംസ് എക്സാമിൻ്റെ PYQs ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വിത്ത് ആൻസർ കീ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം ചെയ്ത് നോക്കിയിട്ട് ഫൈനൽ ആൻസർ കീ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് നോക്കാനും പറ്റും. ഫൈനലി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാ സിലബസും കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഡൗൺലോഡബിൾ ഫോമാറ്റിലാണ്. ഇനി നമ്മുടെ കോഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ടുള്ള ടാബ്സിൽ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്നത് ഡെമോ ക്ലാസ് ആണ്. അപ്പം ഒരു 6 ഡെമോ ക്ലാസ്സസോളം തന്നിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിന്. അത് കണ്ടു നോക്കിയിട്ട് മതി നിങ്ങൾ ക്ലാസ് ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഈ ആപ്പിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള പാർട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. കേരള ജോഗ്രഫി ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാം ക്ലാസ് എടുത്തിട്ടുണ്ട് കേരളത്തിലെ നദികളെ കുറിച്ചിട്ട്. അപ്പം 3 വീഡിയോസിലാണ് കേരളത്തിലെ നദികൾ എന്നുള്ള നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടാണ്. ഞാനത് കണ്ട് പഠിച്ച ഒരാളാണ്. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ വേറൊരു സബ്സെക്ഷൻ അതാ വരുന്നു, കേരളത്തിലെ റിവേഴ്സ്. ഓരോ റിവേഴ്സും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേറെ തന്നെ വീഡിയോ. കോണ്ടന്റ് ഒന്നും വ്യത്യാസമില്ല. നമ്മൾ റിവേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഇന്ന് പഠിക്കുന്ന ഒരാളും നാളെ പഠിക്കുന്ന ഒരാളും സെയിം ടോപ്പിക് തന്നെയല്ലേ പഠിക്കുള്ളൂ. അതിനകത്ത് ചെറിയ എന്തെങ്കിലും നീളത്തിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും ചെറിയ അപ്ഡേഷൻസ് വരുന്നല്ലാതെ വേറെ ഒന്നും വരുന്നില്ല. പക്ഷെ വീണ്ടും സെയിം ടോപ്പിക് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതേ കാര്യം തന്നെയാണ് ഈ കാണിക്കുന്ന ലേയേഴ്സ് ഓഫ് എർത്ത്. ഇപ്പം വേൾഡ് ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഉള്ളറാന്ന് പറഞ്ഞിട്ട് 4 ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ തന്നെ വേൾഡ് ജോഗ്രഫിയിൽ ലേയേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പേര് മാറ്റിയിട്ട് സെയിം സാധനം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം മണ്ടത്തരം തന്നെയാണ് നമ്മുടെ IT കമ്പ്യൂട്ടറിൽ ചെയ്തിട്ടില്ല. ഹാർഡ്വെയർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു 10 വീഡിയോ, ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾക്ക് ഈ പ്രൂഫ് തന്നെ കണ്ടാൽ മനസ്സിലാവില്ല, 10 വീഡിയോസ് ആയിട്ട് ഹാർഡ്വെയർ എന്നുള്ള സെക്ഷൻ, അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ, അത് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേ സെക്ഷൻ തന്നെ വീണ്ടും അതിൻ്റെ താഴെ വീണ്ടും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിപ്പം ഒരു ടോപ്പിക്ക്, ഹാർഡ്വെയർ എന്നുള്ള ടോപ്പിക്ക് പഠിച്ച് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അപ്പോൾ പിന്നെയും അതേ ഒരു സാധനം തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഞാൻ പഠിക്കാത്ത എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചിട്ട് ആ വീഡിയോ പിന്നെയും കാണാനും, എക്സ്ട്രാ ഉണ്ടോ എന്നുള്ളൊരു കാര്യം, അവിടെ മാർക്ക് പോകരുത് എന്നുള്ള രീതിയിൽ പിന്നെയും കാണാനും ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു റീസണായി മാറിയിട്ടുണ്ട് എനിക്കത്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തും പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തതും. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരുന്നത് നോട്ടാണ്. ഈ നോട്ട് നിങ്ങൾക്ക് റീഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, പക്കാ പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ടാണ്. ക്ലാസ്സും നോട്ടും ഞാൻ എപ്പോഴും പറയാണ്, ഞാൻ അന്നും ഇന്നും അതിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എസ്പെഷ്യലി എക്കണോമിക്സ്, പിന്നെ അതുപോലെ തന്നെ സിവിക്സിൻ്റെ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ക്ലാസ്സസ് എസ്പെഷ്യലി എടുത്ത് പറയുകയാണ്. എല്ലാ ക്ലാസ്സസും നല്ലതാണ്, പക്ഷേ ഇതാണ് കുറച്ച് കൂടുതൽ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. നോട്ട്സും ഒക്കെ നല്ലതാണ്. അപ്പം ജസ്റ്റ് നോട്ട്സ് ഞാൻ കാണിച്ചു തന്നതാണ് എവിടെയാണ് സെക്ഷൻ എന്നുള്ളത്. ഫസ്റ്റുള്ളത് നമുക്ക് ലെക്ചേഴ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കമൻസ് ആണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ കമൻറ്റ് ചെയ്യാം, അതിനുള്ള റിപ്ലൈ ചിലർ തരും, ചിലർ തരില്ല. അങ്ങനെ ഇമ്മീഡിയറ്റ് തരണമെന്നൊരു ഇതുമില്ല. ഞാൻ ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് ഇതുവരെ റിപ്ലൈ കിട്ടിയിട്ടില്ല. അതൊരു 1 month ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫൈനലി നോട്ടിൻ്റെ സെക്ഷനാണ്. ആ നോട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ, എല്ലാ ആപ്സും ഇതുപോലെ ഡൗൺലോഡ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ
അത് കഴിഞ്ഞ് ഫൈനലി വരുന്നത് ടെസ്റ്റ്, അതായത് ആ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള. ഇപ്പം ലെയേഴ്സ് ഓഫ് ദി എർത്തിൽ എടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്, ക്രസ്റ്റ് ഓഫ് ദി എർത്ത് ആണ്. ആ ക്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ചെറിയൊരു മോക്ക് ടെസ്റ്റ് പോലെ. അതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പം പോയി അറ്റൻഡ് ചെയ്താലും ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനും നമ്പർ ഓഫ് അറ്റംപ്റ്റ്സോ അല്ലെങ്കിൽ പ്രീവിയസ് മാർക്സോ ഒന്നും കൊടുക്കില്ല. ഇനി പറഞ്ഞ പോലെ എല്ലാ സബ്ജക്ട്സും 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ ഇതാ ഇവിടെ ഞാൻ വീണ്ടും അത് കാണിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഹാർഡ്വെയർ എന്നുള്ള 2 സെക്ഷൻ ഒരുപോലെ റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കോണ്ടന്റിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ 2 കമ്പനീൻ്റെ റാങ്ക് ഫയൽ വാങ്ങും, ഒന്ന് ബെസ്റ്റ് അക്കാഡമീൻ്റെയും ഒന്ന് ലക്ഷ്യൻ്റെയും. കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കില്ലേ, കാരണം ടോപ്പിക്ക് സെയിം ആണല്ലോ. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടല്ലോ, ഒന്നിലുള്ളത് ഒന്നിലുണ്ടാവില്ല, ഒന്നിൽ എക്സ്ട്രാ ഉണ്ടാവും, ഒന്നിൽ കുറവുണ്ടാവും. അതേ കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. ഇനിയാണ് മാത്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, മാത്സിൽ അവിടെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ചെയ്യുന്ന രീതി, മെത്തേഡ്, ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് റാങ്ക് ഫയലിൽ കൊടുത്തൊരു രീതിയിലെങ്കിലും മാത്സിൽ ആ നോട്ട്സിൽ എങ്ങനെയാണ് ആ ഒരു ആൻസറിലേക്ക് എത്തിയത് എന്നുള്ളൊരു ക്ലൂവോ ഹിൻറ്റോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള കാര്യമല്ലേ. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ കൊടുത്ത സെക്ഷൻ മാത്സിൻ്റെ PYQ ആണ്. PYQ മാത്രമല്ല, മാത്സിൻ്റെ അരിത്മെറ്റിക് സെക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി സെക്ഷൻ ആണെങ്കിലും മാത്സിൻ്റെ ഏത് നോട്ട് എടുത്താലും നോട്ടിൽ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ റെഫർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനും ആൻസറും ഉണ്ട് എന്നല്ലാതെ അതിനകത്ത് എങ്ങനെ ചെയ്തു എന്നോ റാങ്ക് ഫയലിൽ കൊടുക്കുന്ന രീതിയിലെങ്കിലും വളരെ ചെറിയൊരു എക്സ്പ്ലനേഷനോ ഇനി അറ്റ്ലീസ്റ്റ് ആ ഒരു ഹിന്റ് എങ്കിലും കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെൻ്റെ ഒരു സജഷൻ ആണ്. അല്ലാതെ ആ നോട്ടിനെ കൊണ്ട് നമുക്ക് വലിയ യൂസ് ഒന്നുമില്ലല്ലോ. ക്വസ്റ്റ്യനും ആൻസറും മാത്രം കിട്ടിയിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതെങ്ങനെ കിട്ടി നമ്മൾ ആലോചിച്ചിരിക്കേണ്ടി വരും. ഫൈനലി അവരൊരു റീസെൻ്റ്ലി ഒരു ടു അല്ലെങ്കിൽ 3 മാക്സിമം പോയ 1 മന്തിൻ്റെ ഇടയിൽ 2-3 വീക്സ് അല്ലെങ്കിൽ 1 മന്തിൻ്റെ ഇടയിൽ അവരെ ആഡ് ചെയ്തിട്ടൊരു സെക്ഷനാണ് ഈ റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. അത് നല്ല ക്ലാസ്സസ് ആണ്, പക്ഷെ അതിനകത്ത് നോട്ടൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടൊന്നുമില്ല. ഇത് യൂട്യൂബിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള സാധനം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തെന്നുള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അതെന്തിനാ ഇവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതും ഈ ലാസ്റ്റ് മിനിറ്റിൽ, ഓൾറെഡി കുറേ മുന്നേ ഒക്കെയാണെങ്കിൽ നമുക്ക് ബെനിഫിഷ്യൽ ആയിരുന്നല്ലോ, നമുക്ക് സമയമുണ്ട്. ഇനി നമ്മൾ റിവിഷൻ ചെയ്യേണ്ട ടൈമാണ്. ആ ഒരു ടൈമിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്ത് തന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കറണ്ട് അഫയേഴ്സിൻ്റെ സെക്ഷൻ, അതിൽ നമ്മൾ റിപ്ലൈ കമൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിപ്ലൈസ് കിട്ടാൻ വൈകാറുണ്ട്. ഈവൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കമൻറ്റ് ഞാൻ കണ്ടതാണ്. ആ കുട്ടി എന്തോ കമൻറ്റ് ചെയ്തതിന് മീൻസ് ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ചെയ്തതിന് ആ കമൻറ്റ് ഈവൻ ഡിലീറ്റ് പോലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മെൻറ്റർഷിപ്പ് ഓപ്ഷൻ ഇല്ലാത്ത ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണോ ഇവർ ഇത്ര ലെസ് റെസ്പോൺസിബിൾ ആയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം കോഴ്സ് കംപ്ലീഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കമൻറ്റ്സ് ചെക്ക് ചെയ്ത സമയത്ത് ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെക്ക് ചെയ്ത 2 days മുന്നെയാണ്. ഇപ്പം വന്നോന്ന് എനിക്കറിയില്ല. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി മെൻറ്റർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ ബട്ട് സ്റ്റിൽ നമ്മളും ഒരു എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പേ ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് ഓൾറെഡി പറഞ്ഞ് 6 months കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുമ്പം ആ കോഴ്സസ് അവിടെ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് 1 by 1 ക്ലാസ്സസ് കാണാം. അല്ലെങ്കിൽ ഒരു ഇപ്പം ഞാൻ വേറെ ആപ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കറക്റ്റ് ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ നോർമൽ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ 1 by 1 ആയിട്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യും. അങ്ങനെയുമല്ല, റാൻഡമായിട്ട് കുറേ സെറ്റ് ഓഫ് വീഡിയോസ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുക. ഒരു വീക്കിൽ ഇപ്പം ചിലപ്പം പറയുകയാണെങ്കിൽ ഒരു 100 അല്ലെങ്കിൽ ഒരു 200 ഒരു 500 വീഡിയോസൊക്കെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒറ്റൊരു ദിവസം കൊണ്ട്. അപ്പം നമ്മളതെങ്ങനെയാണ് അത്രയും വീഡിയോസ് ഒരുമിച്ചിരുന്ന് കാണാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി അങ്ങോട്ട്, ഞാൻ കുറച്ച് പേർക്ക് മുന്നേ റെക്കമെൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, അപ്പം ഇനി അങ്ങോട്ട് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. നോട്ട്സും ക്ലാസ്സും ഞാൻ ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇവരുടെ ഈ ഒരു ഓഫ്ലൈൻ വിത്തൗട്ട് മെൻറ്റർഷിപ്പ് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇനി പുതിയ വീഡിയോസ് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി പുതിയ കോഴ്സസ് തുടങ്ങുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം വീഡിയോസ് ഓൾറെഡി റെക്കോർഡഡ് ആണ്, അവരുടെ കയ്യിലുണ്ട്. ഇനി പുതിയ ക്ലാസ് തുടക്കും, മേ ബി നിങ്ങൾക്ക് ഇതേ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നുണ്ടാവും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും കിട്ടാനും പറ്റുന്നുണ്ടാവും. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഇനീഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോൾ ഇവർ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് വരുന്നേ ഉള്ളൂ പതിയെ. അപ്പോൾ പുതിയ വീഡിയോസ് ആയതുകൊണ്ട് തന്നെ
എൻ്റെ ഇതിലേക്ക് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവർ റെക്കോർഡ് ചെയ്ത് വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇവർ അവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ ഒരുമിച്ച് ബൾക്കായിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്. അവർ ആക്ച്വലി ഞങ്ങളോട് ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് സ്റ്റേജിൽ എക്സാം ഉള്ളവർക്കെങ്കിലും അവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണല്ലോ. പക്ഷെ അതുകൂടെ അവർ ചെയ്തില്ല. നാളത്തോടെ ആ കോഴ്സ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നെക്സ്റ്റ് സ്റ്റേജിൽ എക്സാം എഴുതുന്നവർക്ക് എക്സ്ട്രാ 500 പേ ചെയ്തിട്ട് വേണം എടുക്കാൻ. സോ ഐ വിൽ നോട്ട് റെക്കമെൻഡ് ലക്ഷ്യ അഗൈൻ.